ഏതോ ലഹരി കൺസ്യൂം ചെയ്തു എന്നുള്ളതാണല്ലോ ഇതിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഡ്രഗ് കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ്. ഏതോ ഒരു സബ്സ്റ്റൻസ് കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കേസുകൾ ധാരാളം വരുന്നുണ്ട്. NDPS 27, 29 ആണ് ഇയാൾക്കെതിരെ ചുമത്തിരിക്കുന്നത്. NDPS 27, 29 എന്നൊക്കെ പറഞ്ഞാൽ കൺസംപ്ഷനാണ്. ഒന്ന് കൺസംപ്ഷനാണ്, മറ്റത് അതിൻ്റെ എന്തോ ഒരു കൺസ്പിറസിയിലോ എന്തോ പങ്കാളികളാണ്. എന്നാൽ അത് ഗുരുതരമായ വകുപ്പുകളൊന്നുമല്ല. സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇറങ്ങിപ്പോരാവുന്ന സംഗതിയാണ്. പക്ഷേ ഷൈൻ ടോം ചാക്കോ ആയതുകൊണ്ട്, സെലിബ്രിറ്റി ആയതുകൊണ്ട് അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു. ഇദ്ദേഹം എന്താ പറയും, ഞാൻ ഉപയോഗിച്ചില്ല, അത് അങ്ങനെയാണ്, അത് കളവാണ്, മറ്റേ വിൻസി പറഞ്ഞത് ശരിയല്ല. അതൊക്കെ ഒരാൾ ഒരു കേസിൽപ്പെട്ട ആൾ സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യമാണ്. ഷൈനെ അറിയാവുന്ന ആളുകൾക്ക്, ഷൈൻ്റെ ഇൻ്റർവ്യൂസ് അറിയാവുന്ന ആളുകൾക്ക്, അയാളുടെ ഹിസ്റ്ററി അറിയാവുന്ന ആളുകൾക്ക് അറിയാം ഇദ്ദേഹം ഇതിലുള്ള ഒരാളാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് എന്താണ്, കുടുംബത്തിൻ്റെ ഡിഫൻസ് എന്താണ്, നേരത്തെ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയ ആളാണ്. ആ ഒരു ഡിഫൻസ് അവർ ഉയർത്തുന്നതിനാണ് ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഇതിൽ തന്നെ പോകണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല എന്നതാണ് ആ ഡിഫൻസ്. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു അതിഗുരുതരവും മാരകവുമായൊരു സംഗതിയാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ ആവർത്തിക്കുന്നത്. ഇതൊരു പ്രശ്നമാണ്. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സെറ്റിൽ വളരെ സീനിയറായിട്ടുള്ള ആളുകൾ തന്നെ ലഹരിയായിട്ട് വരുന്നു, അവരുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് സ്ത്രീകളായിട്ടുള്ള സഹപ്രവർത്തകർ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് മാത്രമല്ല, പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, അവരുടെ ഷെഡ്യൂളിനനുസരിച്ച് ഷൂട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രശ്നം, റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരേണ്ടി വരുന്നു. ചില ആക്ടേഴ്സിനെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ, ഇത്തരം പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാകുന്ന അച്ചടക്ക പ്രശ്നങ്ങൾ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അതൊരു പ്രശ്നമാണ്, നമ്മുടെ ഒരു സാമൂഹിക വിപത്താണ്. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളിടത്ത് തന്നെയാണ് ഞാൻ ഇപ്പം NDPS കൊണ്ട് BNS കൊണ്ട് നമുക്കിത് മറികടക്കാൻ പറ്റില്ല. NDPS ഇപ്പോൾ 27, 29 ഇയാൾക്ക് ഇട്ടിരിക്കുന്നു. കേസ് വിചാരണ കഴിഞ്ഞിട്ട് അയാൾക്ക് ശിക്ഷ കൊടുക്കുകയാണ്. ആ ശിക്ഷ കൊടുത്തിട്ട് എന്തു കാര്യം? എന്തുകൊണ്ടാണ് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത്? ലഹരി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ലഹരി ആയതുകൊണ്ടാണ്, അല്ലേ? അയാൾക്ക് അതിൽ നിന്ന് ലഹരി കിട്ടുന്നതുകൊണ്ടാണ്. ആ ലഹരി അയാൾക്ക് ഏതോ അർത്ഥത്തിലുള്ള ഒരു ആശ്വാസമോ സമാധാനമോ ഒക്കെ ലഭിക്കുന്നു എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. അത് ആശ്വാസമാണോ സമാധാനമാണോ, എൻഡ് ഓഫ് ദി ഡേ അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ കുറേ ലീഗൽ പ്രൊസീഡിങ്സിലൂടെ, ശിക്ഷാ നടപടികളിലൂടെ തിരുത്താൻ പറ്റും എന്നുള്ളത് അത് ശരിയായൊരു വിചാരമേ അല്ല. ഞാൻ പറയുന്നു, നമ്മുടെ ഇതിലെ ലീഗൽ പ്രാക്ടീസ് തന്നെ പൊളിച്ചെഴുതണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടാണെങ്കിൽ അയാൾക്കെതിരെ നിങ്ങളൊരു ചാർജ് ഇടുകയാണെങ്കിൽ, NDPS അല്ലെങ്കിൽ BNS എന്താവട്ടെ, ആ ചാർജ് നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ. അപ്പോൾ വിചാരണയ്ക്ക് ഇതും കാത്തിരിക്കണം. ഡോപ്പിംഗ് നടത്തുന്നു, രക്തപരിശോധന നടത്തുന്നു, അയാൾ ഇത് ഉപയോഗിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയാൽ അയാളെ ഇതിൽ നിന്ന് മുക്തനാക്കാൻ പറ്റുന്നൊരു സെറ്റിങ്സിലേക്ക് കൊണ്ടുപോകട്ടെ. അയാൾക്ക് ശിക്ഷയായിട്ട് എന്ത് സാമൂഹ്യ സേവനമോ ആ നിലകൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കട്ടെ. അല്ലാതെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ ഒരു ക്രിമിനലായിട്ട് കാണുകയും അയാളുടെ ബന്ധുക്കളും അയാളുടെ സുഹൃത്തുക്കളും അയാളുടെ കുടുംബാംഗങ്ങളും എല്ലാം അയാളെ മോശക്കാരനായി കണ്ട് അയാളെ പുറന്തള്ളുന്ന ഒരു സമീപനം നമ്മുടെ ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികളുടെ ഭാഗമായിട്ട്, മാധ്യമ പരിചരണത്തിൻ്റെ ഭാഗമായിട്ട്, സാമൂഹികമായിട്ടുള്ള അതിനെ മനസ്സിലാക്കലിൻ്റെ ഭാഗമായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ട്. വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ നിത്യലഹരിക്ക് അടിമപ്പെടുത്തുന്ന വിധമാണ് മൊത്തത്തിലുള്ള, ഞാൻ ഒരു പെർട്ടിക്കുലർ ഗവൺമെൻറ് അല്ല പെർട്ടിക്കുലർ പോലീസ് എന്നുള്ളതല്ല, ഈ എക്കോസിസ്റ്റം മൊത്തം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതും നമ്മൾ മാറിപ്പിടിച്ചേ മതിയാവുള്ളൂ. ഇത് ഇങ്ങനെ ഒരാൾ ലഹരി ഉപയോഗിച്ചു, അയാളെ പിടിക്കുന്നു, അത് ആഘോഷമാക്കുന്നു, അയാളെ പടം അടിച്ചു വരുന്നു, അയാളെ ഈ ഒരു ക്രിമിനലായിട്ട് കാണുന്നു, അയാൾക്ക് പെണ്ണ് കിട്ടുന്നില്ല, അയാൾ ഒരു നോർമൽ ലൈഫ് തന്നെ സ്തംഭിച്ചു പോകുന്ന തരത്തിൽ അയാളെ വീണ്ടും കൂടുതൽ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റമാണ് ലഹരി വിരുദ്ധതയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അത് മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ ഷൈൻ ടോമിന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രതിഭയുള്ളൊരു മനുഷ്യനാണ്. ഈ മറ്റേ തല്ലുമാല എന്നുള്ള സിനിമയിൽ ഇവനൊരു പോലീസുകാരനായി വന്നിട്ട് അസംബ്ലിയിൽ പ്രസംഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയക്കൊന്നും അടിമപ്പെട്ടു പോകരുത് കേട്ടോ, നിങ്ങളെ ലൈഫ് നിങ്ങൾ തന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അസംബ്ലിയിൽ പ്രസംഗിക്കുന്നത്. അത് തന്നെയാണ് ഷൈനോട് പറയാനുള്ളത്. ഒരു വലിയ സാധ്യതയുള്ള ഒരു പ്രതിഭയാണ് താങ്കൾ. വെറുതെ ഈ ജാതി അലമ്പുകളിൽ പെടരുത്, ഒന്ന് മാറ്റിപ്പിടിക്കാം നമുക്ക് എന്നുള്ളതാണ്.